ആഭരണം ധരിക്കാത്ത ആളുകളെ ഒരു ഭാഗത്തിലോട്ട് കയറ്റി വിടും, ആഭരണം ധരിച്ചവരെ അടുത്ത മതിലോട്ട് പോകും. ഈ ആഭരണം ധരിക്കാതെ ഇരിക്കുന്നിടത്ത് മാത്രമേ തിരുവത്താഴം കൊടുക്കത്തുള്ളൂ. ബൈബിളിലെ യഥാർത്ഥ ഉപദേശം എന്ന് പറയുന്നത്, നീ പുതിയ സൃഷ്ടി, ഇതുവരെ നീ നിനക്ക് വേണ്ടി ജീവിച്ചു, ലോകത്തിന് വേണ്ടി ലോകത്തിൽ ജീവിച്ചു, നീ ഇവിടുന്ന് വേർപെട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവരാജ്യത്തിൽ വരിക. ഇതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഒന്ന്, കേരളത്തിലൊരു വിഷയം ആക്കല്ലിത് എന്നാണ് എനിക്ക് കേരളത്തിലുള്ള ദൈവമക്കളോടുള്ള അപേക്ഷ. ആഭരണം ധരിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കൽ പോലും പറയത്തില്ല, മരിക്കുന്നവരെയും പറയത്തില്ല. ആഭരണം ധരിക്കാത്ത നമ്മുടെ സംസ്കാരം നല്ല സംസ്കാരം തന്നെയാണ്. എന്നാൽ അതൊരു ഉപദേശ വിഷയം നമ്മളിന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ ആഭരണത്തോടുള്ള വിഷയത്തെക്കുറിച്ച് ഒരു അത് പറഞ്ഞൊരു വിഭാഗീയത നമ്മുടെ സഭകളിൽ ഉണ്ടാക്കല്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് റവറൻഡ് ഡോക്ടർ സണ്ണി ഫിലിപ്പിനോടൊപ്പമാണ്. പാസ്റ്റർ സണ്ണി ഫിലിപ്പിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അമേരിക്കയിലുള്ള സഭാ ശുശ്രൂഷകന്മാരിൽ ഏറ്റവും സീനിയർ ദൈവദാസന്മാരിൽ ഒരാളാണ് പാസ്റ്റർ സണ്ണി ഫിലിപ്പ്. മാത്രവുമല്ല, IPCയുടെ മധ്യപ്രദേശ് റീജിയൻ്റെ പ്രസിഡൻ്റായി ദീർഘവർഷങ്ങളായി അദ്ദേഹം ആ സ്റ്റേറ്റിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരു ഇൻ്റർനാഷണൽ ചർച്ച് ആ ഗേറ്റ് വേ ചർച്ചിൻ്റെ സ്ഥാപകനും പാസ്റ്ററുമാണ് അദ്ദേഹം. അങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളെക്കുറിച്ചും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്കിലും ഒരു കാര്യം കൂടെ തുടക്കത്തിലെ പറയട്ടെ. അതിമനോഹരമായി എഴുതുവാൻ കഴിവുള്ള ദീക്ഷണാശാലിയായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ട് മലയാള ക്രൈസ്തവ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡെപ്തിലുള്ള പഠനങ്ങൾ, മനോഹരമായ പ്രസംഗങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. സ്വാഗതം ചെയ്യാം റവറൻഡ് ഡോക്ടർ സണ്ണി ഫിലിപ്പിനെ. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സമീപകാലത്ത് ഞങ്ങളുടെ തന്നെ ഒരു വീഡിയോ കൊണ്ട് ഏറ്റവും വിവാദമായ, ഹല്ലേലൂയ ന്യൂസിൻ്റെ ഒരു വീഡിയോ കൊണ്ട്, ഒരു അഭിമുഖം കൊണ്ട് ഏറ്റവും വിവാദമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പാസ്റ്റർ സണ്ണി ഫിലിപ്പിൻ്റെ അഭിപ്രായം പറയുക. അതുമാത്രവുമല്ല, അതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള കാര്യത്തിലെ ഒരു കൃത്യമായി എന്ത് പറയുവാൻ സാധിക്കുമെന്നുള്ളതിന് വ്യക്തമായി ചരിത്രത്തിൽ നിന്നും ബൈബിളിൽ നിന്നും ക്രൈസ്തവ സഭയുടെ പാരമ്പര്യങ്ങളിൽ നിന്നുമൊക്കെയായിട്ട് അതിനെക്കുറിച്ച് പറയുവാൻ പറ്റുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ആഭരണ ധാരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. ആ വിവാദമുണ്ടായത് മരുപ്പച്ചയുടെ പത്രാധിപർ അച്ചൻകുഞ്ഞിലന്തൂരും ഞാനും കൂടെ പാസ്റ്റർ KC ജോണിനെ ആയി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണ പരമ്പരയാണ്. ആ പരമ്പര ഒരു 12 എപ്പിസോഡുള്ള ചെറിയ കണ്ടിരുന്നു. ആ പരമ്പര സത്യത്തിൽ ഈ ആഭരണ വിഷയം സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു പരമ്പര ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം, അദ്ദേഹം വളരെ സ്ട്രഗിളിലൂടെ, ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടെ എനർജറ്റിക്കായി വന്നൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ, അദ്ദേഹം നടന്നു വന്ന പാതകൾ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒത്തിരിയധികം ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സൗഹൃദത്തിൽപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ള കേവലം ഒരു ചിറ്റ്ചാറ്റ് രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഭാഷണങ്ങളായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചതും അങ്ങനെയാണ് ചെയ്തതും. അത് ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയതും. അതിനിടയിൽ വളരെ അവിചാരിതമായി, അതായത് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമുദായ സഭകളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഉണർവ്, പവർ ഇവാഞ്ചലിസം എന്ന് പറയുന്നൊരു ശുശ്രൂഷ, അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ സ്നാനപ്പെട്ടു. പക്ഷേ അവരിൽ ബഹുഭൂരിപക്ഷം ഇപ്പോഴും സമുദായ സഭകളിൽ നിൽക്കുന്നു. ആഭരണം ഒരു ബാരിയർ ഇല്ലായിരുന്നെങ്കിൽ അവർ കൂടെ പെന്തക്കോസ്തിലേക്ക് വന്നേനെ. ഇതായിരുന്നു സന്ദേശം. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അനുബന്ധമായിട്ട് ഞങ്ങൾ സംസാരിച്ച വാക്കുകളൊക്കെ ചിലത് എന്ത് ചെയ്തു, ഒരല്പം തെറ്റിദ്ധരിക്കപ്പെടുന്നതായിരുന്നു. ഞങ്ങൾ 3 പേരും സത്യത്തിൽ ആഭരണം ധരിക്കണമെന്ന് ആളുകളെ നിർബന്ധിക്കുകയോ എടുക്കുകയോ ചെയ്യുകയല്ല ചെയ്തത്. നമ്മൾ അതിന് ബിബ്ലിക്കലല്ലാത്ത ഒരു കാര്യത്തിന് അമിത പ്രാധാന്യം കൊടുത്തു. ആ കാര്യമാണ് ഒന്ന് ചർച്ച ചെയ്യുവാനായിട്ട് താല്പര്യപ്പെട്ടതും, അല്ലെങ്കിൽ അങ്ങനെ ബൈ ചാൻസിൽ ആ ചർച്ച വന്നതും. അത് കണ്ട ഒരാളെന്നുള്ള നിലയിൽ അതിനെ ഒന്ന് വിലയിരുത്തിയാൽ എന്തു പറയുന്നു? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. പാസ്റ്റർ KC ജോൺ ഞാനുമായിട്ട് വളരെ അടുത്ത സൗഹൃദ ബന്ധം ഇന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ കേരളത്തിൽ വന്ന് ആദ്യമായിട്ട് പ്രസംഗിക്കാൻ എനിക്കൊരു വേദി ഒരുക്കി തന്നത് പാസ്റ്റർ KC ജോണാണ്. അദ്ദേഹം POEPയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ് ഞാൻ ജീവിതത്തിൻ്റെ അർത്ഥം തേടി എന്ന എൻ്റെ ആദ്യത്തെ പുസ്തകം
പ്രസിദ്ധീകരിക്കുന്നത്. സദൃശവാക്യങ്ങളെ അല്ല, സഭാപ്രസംഗത്തെ അടിസ്ഥാനമാക്കി. ഓക്കെ, എൻ്റെ വായന കാലഘട്ടത്തിലെ ആദ്യ പുസ്തകങ്ങളിൽ ഒന്നാണത്. അതെ, ചെറുപ്പക്കാരാണ് ആ പുസ്തകം വായിച്ചത്. അന്ന് വലിയൊരു വളരെ പ്രചാരം നേടിയൊരു പുസ്തകം. പ്രത്യേകിച്ച് ആ ഒരു പുസ്തകം സംബന്ധിച്ചുള്ള ഒരു പഠനം നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ ഉടനെയാണ് അതോടുള്ള ബന്ധത്തിലും എൻ്റെ അനുജന്മാരുടെ വിഭാഗത്തോടുള്ള ബന്ധത്തിലും ഞാൻ കേരളത്തിൽ വരുന്നത്. അപ്പോൾ പക്ഷേ KC ജോൺ അന്ന് PYPയുടെ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹം തിരുവല്ലയിൽ വെച്ച് ആണ് ആ ഒരു ക്യാമ്പ് നടക്കുകയാണ്. എക്സൈസ് സ്പോട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനുജനോട് പറഞ്ഞിങ്ങനെ അവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോകാം. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ അദ്ദേഹം ഓൾറെഡി ഈ പുസ്തകം വാങ്ങിയിരുന്നു. ഈ പുസ്തകത്തിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു, ഈ പുസ്തകത്തിൻ്റെ എഴുതിയ ആളിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി ഒരു നല്ല സ്റ്റേജ് ആദ്യമായിട്ട് എനിക്ക് കേരളത്തിൽ ഒരുക്കി തന്നത് ഒരു വ്യക്തി ഭാഷ KC ജോൺ. അതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ ബേബിച്ചാനെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹത്തോട് ഒരു ജ്യേഷ്ഠ സഹോദരമായ ബന്ധവും സ്നേഹവും എനിക്കുണ്ട്. ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെയും അദ്ദേഹത്തെ പോയി കാണും, എവിടെയെങ്കിലും വെച്ച് അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂ, നിങ്ങൾ നടത്തിയ ഇൻ്റർവ്യൂ പരമ്പര എല്ലാം തന്നെ ഞാൻ കണ്ടു. എന്നാൽ ആഭരണത്തോടുള്ള ബന്ധത്തിൽ നടത്തിയ ആ വിഷയത്തിൽ എനിക്ക് ഒന്ന് രണ്ട് വാക്കുകളാണ്, പരാമർശങ്ങളാണ് അതൊരു വിവാദ വിഷയമാക്കി മാറ്റുക. അല്ലെങ്കിൽ അത്രയും വിവാദ വിഷയമായിട്ട് മാറത്തില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ രണ്ട് മറുപടിയാണ് ഞാൻ അതിനോടുള്ള ബന്ധം തരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ക്രൈസ്തവ സഭയോടുള്ള ബന്ധത്തിലും, രണ്ടാമത് അതിനേക്കാളുപരിയായിട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അതോടനുബന്ധിച്ച് നടത്തിയ പഠനങ്ങളും ഞാൻ എത്തിയ കൺക്ലൂഷൻ ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കിയാൽ 1-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ എഴുതിയ ഡൈഡാക്കെ എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മുടെ ബൈബിൾ കഴിഞ്ഞ പുറത്തുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും പ്രാചീനമായ പുസ്തകം. അതൊരു ശുശ്രൂഷ സഹായിയ അപ്പോസ്തലന്മാരുടെ കാലശേഷം രംഗത്ത് വരുന്ന 3ാം തലമുറക്കാരായ വേലക്കാർക്ക് എങ്ങനെ ക്രൈസ്തവ സഭ നടത്തിക്കൊണ്ട് പോകണം, ക്രൈസ്തവ സഭയിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ സഹായിയായിരുന്നത്. 100 പേജ് താഴെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ നമുക്ക് ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ ആ സ്നാന സമയത്ത് ആഭരണം ഊരി വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്ന് പലരും കാണിക്കാറുണ്ട്. പ്രാചീന കാലം തൊട്ടേ സ്നാനപ്പെടുന്നവർ ആഭരണം ഊരുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്. ഈ ഡൈഡാക്കയിൽ ആ റെഫറൻസ് ഉള്ളതുകൊണ്ട് അവർ പറയുന്നത്. പക്ഷെങ്കിൽ അത് കഴിഞ്ഞിടരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ചരിത്രപരമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, ബൈബിൾ പഠിക്കുമ്പോൾ ആഭരണം ഇടുന്നതിന് ബൈബിൾ ഒരിക്കലും 100% എതിരല്ലായിരുന്നു. ഞാനവിടെ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഈ കരുവേലകത്തിൻ്റെ ചുവട്ടിൽ ഇവരിത് കുഴിച്ചിട്ടു എന്നുള്ളത് ഒരു വാസ്തവമാണ്, സത്യമാണ്. പക്ഷെ പിന്നീട് അവരത് ഉപയോഗിച്ചില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഞാൻ അതുകൊണ്ട് സാങ്കുട്ടി കൊണ്ടുവന്ന് അവിടെ ചേർത്ത് എനിക്ക് പറയാം. എന്നെയും പ്രയാസപ്പെടുത്തിയൊരു വിഷയം അതായിരുന്നു. ഞാൻ ഈ രാജ്യത്ത് കടന്നു വന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വന്നു. 1977 സെപ്റ്റംബറിലാണ് ഞാൻ വരുന്നത്. സെപ്റ്റംബറിലാണ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രാചീന മനുഷ്യനെ ഞാൻ. അതിൻ്റെ 50ാം വാർഷികം അടുത്ത വർഷം 50 വർഷം. ഞങ്ങളുടെ വിവാഹത്തിൻ്റെ 50ാം വാർഷികം അടുത്ത വർഷം. ചിന്തിക്കാൻ വയ്യ. എനിവേ, ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ കോളേജ് എല്ലാം തുറന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ സെപ്റ്റംബർ ആദ്യം ഇവിടെ കോളേജ് തുറക്കുന്നത്, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒടുവിലാണ്. അതുകൊണ്ട് എനിക്കൊരു വർഷം വെയിറ്റ് ചെയ്യണമായിരുന്നു കോളേജിൽ പോകാൻ വേണ്ടി. ആ ഒരു വർഷം എന്തെങ്കിലും കിട്ടുന്ന ജോലികൾ ചെയ്യുക, എന്നിട്ട് അടുത്ത വർഷം കോളേജിൽ പോകാൻ തയ്യാറെടുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടെ ഈ രാജ്യത്ത് ഞാൻ വന്നിറങ്ങിയപ്പോൾ. അപ്പോൾ ഞാൻ, എൻ്റെ ഭാര്യ അന്ന് ഒരു യഹൂദന്മാരുടെ ഒരു നഴ്സിംഗ് ഹോമിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവൾ ജോലി ചെയ്യുന്നിടത്ത് ഇങ്ങനെ ഒരു ഓപ്പണിങ് തരാമെന്ന് അവിടെ ബോസിനോട് പറഞ്ഞു. അപ്പം സിമ്പിൾ ജോബാണ്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചു. അവിടെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. യഹൂദന്മാരാണ് അവിടുത്തെ ജോലിക്കാരും, പ്രധാന ജോലിക്കാരും മുഴുവൻ യഹൂദന്മാരാണ്. സാധാരണ ജോലിക്കാർ സ്പാനിഷുകാരും ഇന്ത്യക്കാരും ഒക്കെ. പേഷ്യൻസ് ആണെങ്കിൽ, അല്ലെ അന്തേവാസികൾ, പേഷ്യൻസ് അവരെ വിളിക്കുന്നത് ശരിയല്ല, പ്രായമുള്ളവരാണല്ലോ. അന്തേവാസികൾ കൂടുതലും യഹൂദരാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാ യഹൂദനും കഴുത്തിൽ ആഭരണമുണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. നമ്മുടെ ധാരണ തിരിച്ചായിരുന്നു. നമ്മളെ പക്കാ മലയാളി പെന്തക്കോസുകാരായി തോന്നിറങ്ങിയല്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിപ്പോയി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞുകൊണ്ട് ലഞ്ച് സമയത്ത് 2-3 ചെറുപ്പക്കാരായ യഹൂദ സ്ത്രീകൾ വന്ന് അടുത്ത ടേബിളിൽ വന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഭാര്യ മേഴ്സിയോട് പറഞ്ഞു, ഞാൻ ഇവരോട് ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ചോദിക്കല്ലേ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഒരു വിഷയം കണ്ടാൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളാണ്.
അതുകൊണ്ട് ഞാൻ ചെന്നവരോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ബൈബിൾ വായിക്കുന്ന ആളാണ്, ഞങ്ങളുടെ പഴയ നിയമമാണല്ലോ നിങ്ങളുടെ ബൈബിൾ, അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, എന്നിട്ട് നിങ്ങളെല്ലാം എന്താ ആവണം ധരിക്കുന്നത്, ഇങ്ങനെ തന്നെ അവരോട് ചോദിച്ചു. ഓക്കെ. അവരെടുത്ത വായിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക ഈ ആർഗ്യുമെൻറ്റ്, ഇന്ന് വരെ ഞങ്ങൾ പോയി ഒരു സിനഗോഗിൽ ഈ ആർഗ്യുമെൻ്റ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതെനിക്ക് ഒന്നുകൂടെ അത്ഭുതമായി. അപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ ബൈബിളിലാണ് ഈ വാക്യം കിടക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സിനഗോഗിൽ പോകുമെങ്കിലും ബൈബിളൊന്നും അങ്ങനെ വായിക്കുന്ന പുള്ളികളല്ല, പിന്നെ അതുകൊണ്ട് ശനിയാഴ്ച ഞങ്ങളുടെ റബി വരുമ്പോൾ റബിയോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ശനിയാഴ്ച എനിക്ക് ഓഫായിരുന്നു. പിറ്റേ ശനിയാഴ്ച റബി വന്നപ്പോൾ ഞാൻ ചെറുപ്പക്കാരൻ റബിയോട് ചെന്ന് ഞാൻ ചോദിച്ചു, റബി ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ നിങ്ങളുടെ ബൈബിളിൽ, എന്നിട്ട് നിങ്ങളെല്ലാം എന്താ ആഭരണം, നിങ്ങളുടെ സ്ത്രീകളെല്ലാം നീണ്ട ആഭരണം ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം സ്ത്രീകളാണ് കൂടുതലാണ്, പുരുഷന്മാരങ്ങനെ അധികം ആഭരണം ധരിക്കില്ല, സ്ത്രീകളായി നമ്മളെ പോലെ തന്നെ സ്ത്രീകൾ ആഭരണം ധരിക്കുന്നു. അവരെന്താ ആഭരണം ധരിക്കുന്നേ? അപ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിച്ചിരുന്നിട്ട് എന്നോട് പറഞ്ഞു, സണ്ണി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ഉണ്ട്, പക്ഷേ പിന്നീട് അവർ ആഭരണം ധരിച്ചില്ലെന്നതുകൊണ്ട് അർത്ഥമില്ല. അത് ഞാനൊരു തെളിവ് വരാമെന്ന് പറഞ്ഞ് അയാൾ തന്ന തെളിവ് എന്താണെന്നറിയാമോ? ആൾ പറഞ്ഞു, അത് കഴിഞ്ഞല്ലേ മോശ പിന്നെ സമാനകൂടം ഉണ്ടാക്കാൻ നിങ്ങൾ സ്വർണ്ണം വെള്ളി കൊണ്ടുവരാൻ കണക്കാനല്ലയോ ആഭരണം വന്നെത്തിയത്. അപ്പം അവർ അന്നെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഇവരുടെ ആഭരണം കാണത്തില്ലായിരുന്നല്ലോ. അപ്പം അത് എന്നെ വളരെ ചിന്തിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് പറഞ്ഞത് ബുദ്ധിപരമായൊരു ഉത്തരവാണല്ലോ. അത് കഴിഞ്ഞ് നമുക്കറിയാം, ദാവീദ് മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ശലോമോൻ പണിയാൻ പോകുന്ന ദേവാലയത്തിന് വേണ്ടിയും കൊണ്ടുവരാൻ കുന്നുകണക്കിന് ആഭരണങ്ങൾ വന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കള് പഴയ നിയമത്തിൽ ആഭരണം ധരിച്ചില്ല എന്ന് പറയുന്നത് യാതൊരു കഥയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഭരണം അല്ലായിരുന്നു വാസ്തവത്തിൽ പഴയ നിയമത്തിലെ വിഷയം, ഡംഭമാണ്, അഹങ്കാരമാണ്. അപ്പോൾ ഈ ആഭരണം ധരിച്ച ഉത്സവ സമയത്ത് ഡംഭം കാണിക്കാൻ ആഭരണം ധരിക്കേണ്ട ഒന്നുമില്ല. പക്ഷേ അവർ ഡംഭത്തിന്റെ ഭാഗമായിട്ട് ആഭരണം ധരിച്ചിരുന്നത് കണ്ണുമെഴുതി, അതിനെക്കുറിച്ചൊക്കെ ബൈബിൾ ഉണ്ടല്ലോ. അവർ ഉത്സവ സമയത്ത് പ്രത്യേകിച്ച് ഒരു ജാതികളുമായിട്ട് കലർന്നു കഴിഞ്ഞപ്പോൾ ആ ജാതീയ ഉത്സവത്തിൻ്റെ സമയത്ത് ഈ ആഭരണമെല്ലാം എടുത്തിട്ട് കണ്ണും തെളിച്ച് പീരികം പിടിച്ച് അവർ ഇന്ന് ആദ്യമേ ആളുകൾ കാണിക്കുന്ന ആൾക്ക് അന്നും കാണിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ എതിരായിട്ടാണ് പ്രവാചകന്മാർ സംസാരിച്ചത്. അപ്പോൾ ആ ലളിത ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ള ആഹ്വാനമായി അതായിരുന്നു യഥാർത്ഥ ഇൻറ്റൻഷൻ, യഥാർത്ഥ സന്ദേശം അതാ. കാരണം അബ്രഹാമിനെ കണ്ടുപിടിക്കുന്നതാണ് ബൈബിൾ പഴയ മൊത്തത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. വാഗ്ദത്ത ദേശത്ത് എബ്രാഹിം എടുത്തു പറയുന്നുണ്ടല്ലോ, അവൻ ചെന്നു. അന്നത്തെ കാലത്തെ ആളുകളെല്ലാം എബ്രാഹിമിനെ പോലെ ധനികരെ ആളുകളെല്ലാം പട്ടണം പണിത് ഉറപ്പിച്ചപ്പോൾ അതിന് ചുറ്റും മതിൽ കെട്ടിയത് ആ മതിലിൽ അബ്രഹാമിൻ്റെ പട്ടണം എന്ന പേര് എഴുതി വെച്ചപ്പോൾ താൻ എന്ത് ചെയ്തു? ദൈവവേദലായിരുന്നതുകൊണ്ട് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം താൻ ശില്പിയായി അതാണ് ബൈബിളിലെ യഥാർത്ഥ സന്ദേശം. കൂടാരം കെട്ടി പാർക്കേണ്ടത് കൂടാരം കെട്ടി പാർക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അമിതമായ ലക്ഷ്വറി ദൈവങ്ങൾക്ക് പാടില്ല. എനിക്ക് മനസ്സിലായി, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെ ഞാൻ പൂർണ്ണമായിട്ട് ഇന്നും എതിർക്കുന്ന ഒരു വ്യക്തി. സൂപ്പർലേറ്റീവിൽ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ ആ സന്ദേശം മനസ്സിലാക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ചെറിയ കാര്യങ്ങൾ ഇത് അക്ഷരാർത്ഥത്തിലെടുത്ത് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ ഡൈഡാക്കയിൽ ആ പണപൂരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്നാന സമയത്താണ് ആ ഒരു കൾച്ചർ ഇന്നും ഉണ്ട് കേട്ടോ, ഇന്നും ഉണ്ട്. ഞാനിവിടെ ഗേറ്റ് വേ തുടങ്ങി കഴിഞ്ഞ് ആദ്യമായിട്ട് സ്നാനം നടക്കും 2009 ഒരു സ്നാനം നടക്കുമ്പോൾ 4 പേരെന്ന സ്നാനം, അത് 3 പേര് ജമൈക്കൻസാണ്. ആ സ്ത്രീകൾ 2 പേരും 2 സഹോദരിമാരും ഒരു ഭർത്താവും വേറെ ചെറുപ്പക്കാരും 4 പേര് സ്നാനപ്പെടുക. ഈ സഹോദരന്മാർ 2 പേരും ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അന്ന് ആഭരണം എല്ലാം ഊരിച്ചിട്ട് വെള്ള വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് 4 പേരും സ്നാനപ്പെടാൻ വന്നു. അപ്പോൾ 4 പേരും മലയാളികളല്ല, ഓർക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായി. ഞാൻ ചെന്നവരോട് ചോദിച്ചു, എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ഒരു ബാപ്റ്റിസം ഡ്രസ് കോഡ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ വേണം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്തരാം. കഴിഞ്ഞ വർഷം ഇവിടെ 16 പേരെ ഞാൻ സ്നാനപ്പെടുത്തി, കൂടുതൽ ചെറുപ്പക്കാരാണ്. ആ 15 പേരും വെള്ള മാത്രം ധരിച്ചുണ്ടാവുന്നത്. ഇവിടുത്തെ ഒരു രീതിയാണ് അത്, സമയത്ത് വെള്ള ധരിക്കുക. പിന്നെ അപ്പം ഞാൻ ആ ജമൈക്കൻ സഹോദരിമാരോട് ചോദിച്ചു, നിങ്ങളോട് എന്താ ആഭരണം ഒന്ന് ഊരി വയ്ച്ചതിൻ്റെ കാര്യം എന്താ? അതിന് പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ രാജ്യത്തെ കൾച്ചർ അതാ, സ്നാനപ്പെടുന്ന സമയത്ത് എല്ലാവരും ആഭരണം ഊരി വയ്ക്കും. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ആ പാരമ്പര്യം ഇന്നും തുടരുന്നുണ്ട്. ഇച്ചിരൂടെ ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്നാനപ്പെടുമ്പോൾ പോലും നമ്മൾ നമ്മുടെ ബെൽറ്റ് ഊരി വെക്കും, നമ്മുടെ വാച്ച് ഊരി വെക്കും, മൊബൈൽ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കും. ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്ത്
അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അതിനേക്കാൾ ഉപരിയായ ഒരു സന്ദേശമുണ്ട് കുട്ടി. കാരണം നമ്മൾ പറയുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് പറയണമല്ലോ. കാരണം 1-ാം നൂറ്റാണ്ടിൽ സ്നാനം ഭയങ്കര സീരിയസ് വിഷയമായിരുന്നു. അതുകൊണ്ട് സ്നാനപ്പെടുന്നതിന് മുമ്പേ നമ്മൾ ഡയറക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, സ്നാനപ്പെടുന്നതിന് മുമ്പേ സ്നാനപ്പെടുത്തുന്ന പാസ്റ്റർ ഒരാഴ്ച ഉപവസിക്കണം, സ്നാനപ്പെടുന്ന സ്നാനാർത്ഥികൾ ഒരാഴ്ച ഉപവസിക്കണമാണ്. മനസ്സിലായോ? എന്നിട്ട് അവർ ഈ ആഭരണമെല്ലാം ഊരി വെച്ച് ദൈവസ്ഥാനിൽ വാസ്തവമായിട്ട് അനുഭവിച്ച് 100% അനുഭവിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള ഒരുക്കത്തോടുകൂടാണ് സ്നാനജലത്തിലേക്ക് ഇറങ്ങുന്നത്. അതായിരുന്നു സ്നാനത്തിൻ്റെ. അപ്പോൾ അവർ സ്നാനത്തിന് കൊടുത്ത മൂല്യത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടെ അറിയാൻ മേലാത്ത ഒരു കാര്യം കൂടെ ഇതുമായി ബന്ധമില്ലെങ്കിലും ചോദിക്കാം. അപ്പോൾ ഈ അന്ന് ഈ ശിശുസ്നാനം ഇല്ല, 1-ാം നൂറ്റാണ്ടോടി വരെ വന്നിട്ടില്ല. എന്നാൽ തളുപ്പ് സ്നാനം 1-ാം നൂറ്റാണ്ട് ഒടുവായപ്പോഴത്തേക്ക് തുടങ്ങിയിരുന്നു. കുഞ്ഞുങ്ങളെ അല്ല, മുതിർന്നവരെ തുടങ്ങിയിരുന്നു. ഓക്കെ. അപ്പം ഇനി അത് നമ്മുടെ പാരമ്പര്യത്തിലേക്ക് വന്നാൽ, കേരളത്തിൻ്റെ പാരമ്പര്യത്തിലേക്ക് വന്നാൽ, നമ്മൾ ഈ സ്നാനം അല്ലെങ്കിൽ ആഭരണവർജനം അത് ആരംഭിക്കുന്നത് അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ചരിത്രപരമായ എന്തെങ്കിലും എനിക്ക് മറ്റേ വിഷയം ഞാനൊന്ന് അല്പം കൂടെ പറയേണ്ടതുണ്ട്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ആ പാരമ്പര്യം പിന്നെ നമുക്കറിയില്ല, സഭ അങ്ങ് അന്ധകാര യുഗത്തിലേക്ക് പോയി. അതെല്ലാം എല്ലാവരും വിട്ടുകളഞ്ഞു. കത്തോലിക്ക സഭ അങ്ങ് പ്രാമാണ്യത്തിലെത്തി. അത് കഴിഞ്ഞ് പിന്നീട് ഈ ചിന്താഗതികൾ ആരംഭിക്കുന്നത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. മാർട്ടിൻ ലൂതർ അല്ല ഇത് കൊണ്ടുവന്നത്, സ്വിംഗ്ലി അല്ല, പിന്നെ കാൽവിൻ അല്ല, ഒരാരും അല്ല, അനാബാപ്റ്റിസ്റ്റുകളാണ് ഇത് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ 2-3 വർഷം മുമ്പ് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ഒരു 2 ആഴ്ച സ്പെൻഡ് ചെയ്തു. അവിടെ നമ്മുടെ ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ പോയ കൂട്ടത്തിൽ 2 ആഴ്ച അവിടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്തപ്പം ആ നാട് മുഴുവൻ ഞങ്ങൾ ചുറ്റും നടന്ന് പള്ളികൾ കാണുമായിരുന്നു. നവോത്ഥാന കാലഘട്ടത്തെ പള്ളികൾ കണ്ടു. അപ്പോൾ ആ പള്ളികൾ കണ്ടപ്പോൾ ഒരുപാട് പേര് അവിടെയുള്ള സാഹിബന്മാരും മതന്മാരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോഴാണ് ഈ അനാബാപ്റ്റിസ്റ്റുകളെ കുറിച്ച് പല കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. ഒരു കാര്യം കൂടെ അവിടെ ചോദിക്കട്ടെ, ഈ അനാബാപ്റ്റിസ്റ്റുകളുടെ തുടർച്ചയാണോ ഈ അമീഷ്? ആണോ? അമീഷ്, മെനനൈറ്റ് ചർച്ച് എല്ലാം ബാപ്റ്റിസ്റ്റുകളുടെ തുടർച്ച. അപ്പം ഈ ലൂതറൻസിൽ ഒരു ഭാഗമുണ്ട്, തുടക്കമുണ്ട്. അപ്പോൾ ഈ അനാബാപ്റ്റിസ്റ്റുകളാണ് വാസ്തവത്തിൽ ഈ മുഴുകൽ സ്നാനം പിന്നെ കൊണ്ടുവന്ന് രംഗത്തുകൊണ്ടുവന്നവരാണല്ലോ. അപ്പോൾ അവർ ഈ ഡൈഡാക്ക പഠിച്ച് എന്ത് ചെയ്തു, അവർ ഈ സ്നാന സമയത്ത് ആഭരണം ഊരി വെക്കണം എന്നുള്ള ഉപദേശം കൂടെ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവർ സ്നാനപ്പെടുത്തുമ്പോൾ ആഭരണം ഊരി വെച്ച ശേഷം മാത്രമേ സ്നാനപ്പെടുത്തുകയുള്ളായിരുന്നു. പക്ഷെങ്കിൽ അവരാണ് ആദ്യമായിട്ട് സ്നാനപ്പെട്ടവർ ഇനി തിരിച്ചിടണ്ട എന്നുള്ള തീരുമാനം കൊണ്ടുവന്നു അവരാ. അപ്പോൾ അവരൊരു പക്ഷേ ഒരു മൈനോറിറ്റി ആയിരുന്നു, ഒരു പീഡിക്കപ്പെട്ട ഒരു മൈനോറിറ്റി ആയിരുന്നു. അവിടെ നിന്ന് അടുത്ത ജമ്പ് നടക്കുന്നത്, ഹിസ്റ്ററിയിൽ അടുത്ത ജമ്പ് നടക്കുന്നത് ജോൺ വെസ്ലിയുടെ കാലത്താണ്. അപ്പോൾ ജോൺ വെസ്ലി ഹോളിനെസ് ആയിരുന്നല്ലോ ജോൺ വെസ്ലിയുടെ മെയിൻ വിഷയം. അപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതം ഈ അക്ഷരികമായ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ വിശുദ്ധിയുടെ പാരമ്യത്തിൽ നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠിപ്പിക്കുകയാണ് ജോൺ വെസ്ലിയുടെ പ്രധാന പഠിപ്പിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആഴമായിട്ട് പഠിച്ചു വന്നപ്പോഴാണ് ഈ അനാബാപ്റ്റിസ്റ്റുള്ള മാതൃക പിന്തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. ആഭരണം ഊരി വെക്കാൻ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം നമുക്കറിയില്ല മുഴുകൽ സ്നാനത്തിന് എതിരല്ലായിരുന്നു. പക്ഷേ മുഴുകൽ സ്നാനം പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തിയല്ല, മെത്തഡിസ്റ്റുകൾ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്നാൽ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഈ ആഭരണം ധരിക്കുന്നവർക്ക് തിരുവത്താഴം കൊടുക്കത്തില്ലായിരുന്നു. ആഭരണം ധരിക്കുന്നവർക്ക് തിരുവത്താഴം കൊടുക്കത്തില്ലായിരുന്നു. അതാദ്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടങ്ങി വെച്ചപ്പോൾ ജോൺ വെസ്ലി അത് തുടങ്ങി വെച്ചെന്ന് മാത്രമല്ല, ജോൺ വെസ്ലി ഭയങ്കര സ്ട്രിക്റ്റ് മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധന സ്ഥലത്തേക്ക് വരുന്നവരുടെ നോക്കാൻ വേണ്ടി കയ്യിൽ വിവാഹമോതിരം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി രണ്ടുപേരെ വാതിൽക്കൽ നിർത്തുമായിരുന്നു. വാതിൽക്കൽ നിർത്തിയിട്ട് ആഭരണം ധരിക്കാത്ത ആളുകളെ ഒരു ഭാഗത്തിലോട്ട് കയറ്റിവിടും, ആഭരണം ധരിച്ചവരെ അടുത്ത മതിലോട്ട് വിടും. ഈ ആഭരണം ധരിക്കാതെ ഇരിക്കുന്നിടത്ത് മാത്രമേ തിരുവത്താഴം കൊടുക്കത്തുള്ളായിരുന്നു. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അത് കൊണ്ടുവന്നു. പള്ളിക്കയറാം, ആരാധന പങ്കെടുക്കാം, പക്ഷെ തിരുവത്താഴം എടുക്കാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പോൾ ജോൺ വെസ്ലിയാ. അപ്പോൾ ഈ പാശ്ചാത്യ നാട്ടിൽ ഹോളിനെസ് മൂവ്മെന്റിൽ നിന്നാണ് പെന്തക്കോസ് വന്നത്. അതുകൊണ്ടാണ് ഇത് പെന്തക്കോസ് വന്നത്. അല്ല, പാശ്ചാത്യ നാടുകളിൽ പെന്തക്കോസിലേക്ക് ഈ ആഭരണ വിരോധം വന്നായിരുന്നു. വന്നു. ആദ്യകാലത്തെ പെന്തക്കോസുകാർ ആരും ആഭരണം ധരിക്കത്തില്ലായിരുന്നു. ഇല്ല, പാശ്ചാത്യ കാലത്ത് ധരിക്കത്തില്ലായിരുന്നു. കാരണം ഹോളിനെസ് മൂവ്മെന്റ് ഇന്ന് പെന്തക്കോസ് ഉണ്ടായത് അമേരിക്കയിലെ അസോസിയേഷനിലെ ഉണർവാണല്ലോ, അവിടെ നിന്നാണ് ലോകം മുഴുവൻ വ്യാപരിച്ചത്. അപ്പോൾ ഇവിടെ വന്നവരല്ല ഈ പഠിപ്പിക്കാൻ കൊണ്ട് അതാത് രാജ്യങ്ങളിൽ പോയത്. അപ്പം നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും ഇന്നും പ്രായമുള്ള 90-കളിലൊക്കെ എത്തിയ അമ്മച്ചിമാരെ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയോ ചർച്ച് ഓഫ് ഗോഡിൻ്റെയോ ഒക്കെ അമ്മച്ചിമാരെ കണ്ടാൽ അവരിന്ന് ആഭരണം ധരിക്കത്തില്ല, ധരിക്കാത്തവരാ. ഇവിടെ ഞങ്ങൾ ചർച്ച തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഏരിയയിൽ ഒരുപാട് ഇറ്റാലിയൻ പെന്തക്കോസുകാരുണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ആ ഇറ്റാലിയൻ പെന്തക്കോസുകാരിൽപ്പെട്ട ചില അമ്മച്ചിമാർ ഇവിടെ ഞങ്ങളുടെ ഇട ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു.
അപ്പം ഞാൻ നോക്കുമ്പോൾ അവരാരും ആഭരണം ധരിച്ചിട്ടില്ല. അപ്പം ഞാൻ ചെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒറിജിനൽ പെന്തക്കോസ, ഞങ്ങൾ ആഭരണം ധരിക്കുന്നവരാണ്. അവർ പള്ളി പോകുമ്പോൾ മാത്രമാണോ അതോ അവരുടെ ജീവിതത്തിൽ അവർ ഉപയോഗിക്കത്തേ ഇല്ല? ആഭരണം ധരിക്കത്തില്ലായിരുന്നു. ഓ, അപ്പം അവരിൽ നിന്നാണ് വാസ്തവം നമുക്ക് കിട്ടിയത്. നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഉപദേശം പിതാക്കന്മാർക്ക് കിട്ടിയ വെളിപ്പാടെന്നൊക്കെ പറഞ്ഞ ഒന്നുമല്ല, സായിപ്പിന്ന് പഠിച്ചതാണ്. സായിപ്പ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ എനിക്ക് യുവമയക്കാർ ആദ്യം കൊണ്ടുവന്നത്. അപ്പം അവിടെ നിന്ന് രണ്ടിടത്തുനിന്നും ഈ നമ്മുടെ കേരളത്തിൽ ഇതുണ്ടായത്. അപ്പം പക്ഷേ പ്രധാനമായിട്ടും പെന്തക്കോസ്തൽ വന്നത് ഈ സായിപ്പന്മാർ വന്നാണല്ലോ നമ്മുടെ പെന്തക്കോസ്തൽ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. അത് കഴിഞ്ഞ പക്ഷെങ്കിൽ ഈ സായിപ്പന്മാർ മനസ്സിലാക്കിയത് ഉപദേശമല്ലെന്ന്. കാരണം അവരാദ്യം ഉണ്ടല്ലോ, നമുക്കറിയാം, നമ്മുടെ നിലപാട് ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഹൈസ്കൂൾ കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബൈബിൾ കോളേജിൽ പോകാൻ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്. അന്ന് ഞങ്ങളുടെ സഭയിലെ അപ്പച്ചന്മാരെല്ലാം എന്നോട് പറയായിരുന്നു, മോനെ ഒന്നിൽ PM പുലിപ്പ് സാറിൻ്റെ സ്കൂളിൽ, അല്ലെ കുണ്ണോണ്ണി സാറിൻ്റെ സ്കൂൾ, അവിടെ മാത്രമേ SIBCയിലൊന്നും പോകല്ലേ, HPC ഹിന്ദുസ്ഥാൻ ഒന്നും പോകല്ലേ. കാരണം അവിടെ പോകുന്നവരൊക്കെ തിരിച്ചു വരുമ്പോണ്ടല്ലോ ഉപദേശത്തിൽ അയവ് വരുത്തും. അപ്പച്ചന്മാർ എന്നോട് പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അവരവരുടെ നല്ല മനസ്സാക്ഷിയിൽ സ്നേഹിക്കുന്നുകൊണ്ട് പറഞ്ഞ. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ സംഭവിച്ചത് തന്നെയാണ്. ഒന്നാം തലമുറക്കാർ പെന്തക്കോസ്തർ ആവണം ധരിച്ചില്ല. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, അസംബ്ലി കോഡ് സെമിനാരി ആരംഭിച്ചു, ചർച്ച കോഡ് സെമിനാരി ആരംഭിച്ചു, പെന്തക്കോസ് ഹോളിനസ് സെമിനാരി ആരംഭിച്ചു. അപ്പം നല്ല വിദ്യാഭ്യാസമുള്ള ദേവദാസന്മാരോട് പഠിക്കാൻ വന്നു. അവർ സിസ്റ്റമാറ്റിക്കായിട്ട് ബൈബിൾ പഠിച്ചു വന്നപ്പോൾ അവർ മനസ്സിലാക്കി ഇത് ഒരു ഉപദേശ വിഷയമല്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ മാറ്റി. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അവർ മാറ്റിയിട്ട് പിന്നെ ഇന്ന് നമ്മൾ മൗനാനുവാദം കൊടുക്കുന്നുണ്ടല്ലോ പല സഭകളിലും. ആ ഒരു പോളിസി അവർ സ്വീകരിച്ചു. അന്ന് മുതൽ ഞാൻ ഈ സമീപ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ഇടയ്ക്ക് ഉണ്ടായപ്പോൾ ഞാൻ പോയി ഓരോ സഭയുടെയും ചരിത്രം പഠിച്ചു നോക്കി. എന്നാണ് ഇവർ ആഭരണം ഇടാമെന്ന് പ്രഖ്യാപിച്ചതെന്ന്. ഇന്നും ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ആരും ഇത് പ്രഖ്യാപിച്ചിട്ടില്ല, ഇന്ന് വരെ പ്രഖ്യാപിച്ചിട്ടില്ല. മനസ്സിലായി? എല്ലാവരും മൗനാനുവാദം കൊടുക്കായിരുന്നു. ഇടേണ്ടവരിട്ടോ, ഇടേണ്ടാത്തവരിടേണ്ട. അത് അവരുടെ പോളിസി. കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിലപാടെടുക്കും. എക്സാക്ട്ലി. ഇനിയും വേറെ രസകരമായ സംഭവം ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 70കളിൽ ഒടുവിൽ അവിടെ വന്നത്. 80കളിൽ തൊട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, നമ്മുടെ അപ്പച്ചന്മാരുടെ പല മക്കൾ പലരും ഈ രാജ്യത്ത് വന്ന് വിവാഹമോതിരം ഇടുന്നുണ്ടായിരുന്നു, മാല ഇടുന്നുണ്ടായിരുന്നു. അന്നേ 2020കളിലല്ല, 1980കളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലയിടത്ത് വെച്ചും പലരെയും കണ്ടപ്പോൾ ഉണ്ടല്ലോ. അതായത് ഇവർ പള്ളിയിൽ വരുമ്പോൾ ഇത് ഊരി വെച്ചിട്ട് വരും, അവർ ജോലിക്ക് പോകുമ്പോഴും സ്കൂളിൽ കോളേജിൽ പോകുമ്പോഴും ഒക്കെ ഇത് ഇട്ടുകൊണ്ട് പോകുന്നു. അവർ സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു ട്രോമ നമ്മൾ ഉൾക്കൊള്ളാതെ പോയി എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചത്. യെസ്. പിന്നെ ഇവിടെ ബൈബിൾ കോളേജ് പഠിക്കാൻ വന്ന നമ്മുടെ ചെറുപ്പക്കാരായ പുരുഷന്മാരും ഉണ്ടല്ലോ, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ ഈ വെള്ളക്കാർ പെണ്ണുങ്ങളവിടെ കൂടാതിരിക്കാൻ വേണ്ടി വെഡിങ് റിംഗ്, നാട്ടിൽ കല്യാണം കഴിച്ചവർ വന്നവരെല്ലാം ഒരു റിങ്ങിടുമായിരുന്നു. വീട്ടിൽ പോകുമ്പോൾ അത് ഒരു വയ്ക്കുമായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ചിന്താഗതികൾ മാറാൻ തുടങ്ങിയത്, ഒന്ന് ഞാൻ പറഞ്ഞില്ല, ഈ റബിയോടുള്ള സംസാരമാണ്. അന്നേരമാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ മനസ്സ് തുറന്നത് ഈ വിഷയത്തിൽ. പിന്നെ ഞാൻ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, അനേകർ എഴുതി അനേക പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഉപദേശ വിഷയമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യമാണ്. സത്യം പറഞ്ഞാൽ സാങ്കുട്ടി, ഇവിടെ ഉണ്ടായിരുന്ന, ഞാൻ വരുമ്പോൾ ഇവിടെ ജീവനോടുണ്ടായിരുന്ന നമ്മുടെ മുതിർന്ന തലമുറയിൽപ്പെട്ട IPCക്കാരായ പാസ്റ്റർമാർ പലരും അതേ കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. നമ്മളിന്നും ബഹുമാനിക്കുന്നതും ജീവനോടിരിക്കുന്ന മുതിർന്ന തലമുറക്കാരുടെ എല്ലാം കാഴ്ചപ്പാടാണ്. പിന്നെ ആരും പാലം കുലുക്കണ്ടെന്ന് വിചാരിച്ച് മിണ്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായോ? പിന്നെ ഇവിടെ ഞാൻ ഈ ഗേറ്റ് വേ തുടങ്ങാൻ തന്നെ മുഖാന്തരമായി തന്ന ഒരു സംഭവം ഈ ആഭരണമാണ്. കാരണം ഞാൻ ഇവിടെ IPC റീജിയൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്, ഈസ്റ്റേൺ റീജിയൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ ഗേറ്റ് വേ തുടങ്ങാൻ ഉള്ളൊരു സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നത്. അച്ഛൻ എത്ര വർഷം ഈസ്റ്റേൺ റീജിയൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നു? 90കളിലാണ്. എത്ര വർഷം? 6 വർഷമായിരുന്നു. 6 വർഷമായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഇവിടുത്തെ AC ഓർച്ച മരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ KV കുര്യൻ മരിച്ചു, മാത്യൂശ മരിച്ചാൻ മരിച്ചിട്ടല്ല, വയ്യാതായി. പിന്നെ പ്രായമുള്ളവരെല്ലാം വയ്യാതിരിക്കുന്ന സമയം. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ഗേറ്റ് വേ തുടങ്ങാനുള്ള സ്റ്റെപ്പ് എടുക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഇവിടെ തന്നെയുള്ള ന്യൂയോർക്ക് പട്ടണത്തിൽ തന്നെയുള്ള എന്നേക്കാൾ മുതിർന്ന അച്ചായന്മാരെ പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, സണ്ണി ഇങ്ങനെ സ്റ്റെപ്പ് എടുക്കല്ല,
ഈ റീജിയൻ്റെ അടുത്ത് പ്രസിഡൻ്റ് ആണുള്ള ആളാണ് സണ്ണി. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കല്ലെന്ന് സ്നേഹത്തോടെ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന അവരോട് പറഞ്ഞു, അച്ചായന്മാരോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാനൊരു സ്റ്റെപ്പ് എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അത് ഒരു കാരണം ഇതായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. ഞാനിവിടെ റീജിയൻ്റെ ലീഡർഷിപ്പിൽ അതിന് മുമ്പ് PYF തുടങ്ങാൻ ദൈവമാണല്ലോ നമ്മളെയാണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ PYF വെച്ച് തന്നെ ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുമായിരുന്നു. ഞങ്ങൾ സ്റ്റേജിൽ കാണുന്ന ഇതിന് വെള്ളക്കാരായ മതമാരുടെ എല്ലാം കഴുതൽ ആഭരണമുണ്ട്, പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരായ അവരെ നമ്മൾ പല പ്രോഗ്രാമിലും വിളിക്കുക, അവരെ ഭയങ്കര ബഹുമാനമാണ് നമുക്ക്. അപ്പോൾ അവർക്കെല്ലാം ആഭരണം, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആഭരണം ഇട്ട് കൂടാ എന്ന് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ അന്നേ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പം നമ്മുടെ പാരമ്പര്യത എന്നൊക്കെ പറഞ്ഞ് കുഴപ്പം വിടുമായിരുന്നു. വാസ്തവം പറഞ്ഞാൽ ആഭരണ മലയാളി പെന്തക്കോസ്റ്റ് നഷ്ടമൊന്നും ഉണ്ടായില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴും ഞാൻ. എന്നാൽ ആ കുഞ്ഞുങ്ങളെ വിവാഹപ്രായമായി വിവാഹം തുടങ്ങിയ ഉടനെ വിവാഹമോതിരം ഇട്ടുകൊണ്ട് സഭയിൽ ചെന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പിള്ളേരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആദ്യമായ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ എൻ്റെ അറിവിലൊരു വ്യക്തി, എൻ്റെ സ്വന്തം അളിയനാണ്, അവരിവിടെ അല്ല, ഡാളസിലാണ്, അന്ന് ഹൂസ്റ്റലിലായിരുന്നു. അവനൊരു ചർച്ചിൽ കീബോർഡ് വായിക്കും, നല്ല മ്യൂസീഷ്യനാണ് അവൻ, കീബോർഡ് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പം വിവാഹം കഴിഞ്ഞ്, വിവാഹത്തിന് ഞാനും കൂടി, അന്ന് മോതിരമൊന്നും ഇട്ടില്ല, അത് കഴിഞ്ഞ് അവർ പോയി ഒരു മോതിരം ഇട്ടു. ഇട്ടുകൊണ്ട് ഞായറാഴ്ച ആകുന്നപ്പോൾ അവൻ്റെ കൈ ഭയങ്കര പ്രശ്നമായി. ഇതിട്ടുകൊണ്ട് ഇവിടെ പറ്റത്തില്ല, ഇവിടെ കീബോർഡ് വായിക്കാനൊക്കത്തില്ല, ഇതിടണമെന്ന് നിർബന്ധമുണ്ട്, ഇവിടുന്ന് അത് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് അവൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് മലയാളി ചർച്ച പോയതാണ്. പിന്നെ ഇന്ന് വരെ ഒരു മലയാളി ചർച്ച തിരിച്ചു പോയിട്ടില്ല. അതിപ്പോൾ എത്രയോ വർഷമായി അറിയാം, 90കളിൽ നടന്ന സംഭവമാണ്. ഞാൻ നേരിട്ടറിയാവുന്ന ഒന്നാമത്തെ വിഷയം അതാണ്. പിന്നെ അത് ന്യൂയോർക്കിലും ആരംഭിച്ചു, ന്യൂയോർക്കിലും തുടങ്ങി. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ ഭാര്യമാരെയും കൊണ്ട് പോകാനൊക്കത്തില്ല, അപ്പോൾ ഞങ്ങൾ അമേരിക്കൻ ചർച്ചുകളിൽ പോകാൻ തുടങ്ങി. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടല്ലോ, അതിന് എന്താ പരിഹാരം എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ ഇവർ ഈ പറയുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ SPT ആണല്ലോ ഞാൻ ഇവിടെ തുടങ്ങിയ ആദ്യത്തെ സഭ, ശാലിയം പെന്തക്കോസ്റ്റ് ടാബർനാക്കിൾ. അവിടെ ഞങ്ങളൊരു കെട്ടിടം വാങ്ങിച്ചു, എൽമെൻറ്റിൽ തൊട്ടടുത്ത കമ്മ്യൂണിറ്റിയിൽ കെട്ടിടം വാങ്ങിച്ചു. കെട്ടിടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയാമോ, എല്ലാ ഞായറാഴ്ച ഇവിടുത്തുകാർ കയറി വരും, കയറി വന്നൊരു 1/2 മണിക്കൂർ ഇരിക്കും, അത് അല്ലെ മാക്സിമം, എന്നിട്ട് അവർ ഇറങ്ങിപ്പോകും. കാരണം അത്രയും ആദ്യം നമ്മുടെ ആരാധന മലയാളത്തിലല്ലേ. 2-3 ആഴ്ചയായപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനോട് ഇംഗ്ലീഷാണ് പ്രസംഗിക്കുന്നത്, നിങ്ങളെ കൊണ്ട് ഇവിടെ ഇരിക്കുക. എന്നാലും അവർ എഴുന്നേറ്റ് പോകും, കാരണം അത് കഴിഞ്ഞ് പിന്നെ അവിടെ സങ്കീർത്തനം വായനയാണ്, അത് മലയാളം, അപ്പോഴത്തേക്ക് നിങ്ങൾ എഴുന്നേറ്റ് പോകും. അപ്പം ഞാൻ ചിന്തിച്ചു, ഇവരെന്താ ഇവിടെ കയറി വരാൻ കാര്യം, നമ്മളിവരെ വിളിച്ചില്ലല്ലോ. പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി, ബോർഡിനകത്ത് ഇന്ത്യൻ എന്നുള്ള വാക്കില്ല, ഇല്ല, ഇന്ത്യൻ ചർച്ച എന്നവർക്ക് മനസ്സിലാകുന്നില്ല. അവർ നോക്കേണ്ട പെന്തക്കോസ്റ്റ് ചർച്ച എന്ന് കണ്ടുകൊണ്ട് അവർ കയറി വന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാനുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ ഈ കമ്മ്യൂണിറ്റി വന്നൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ആദ്യം പഠിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി, അന്ന് ആ കമ്മ്യൂണിറ്റിയിൽ ഇംഗ്ലീഷിൽ ആരാധിക്കുന്ന ഒറ്റ പെന്തക്കോസ്റ്റ് ചർച്ച പോലും ഇല്ല, അവിടെ ഇല്ല, എൽമണ്ടിലില്ല. അത് മനസ്സിലായപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഇത്രയും ആളുകൾ വരുന്നു, ഇവിടെ ഉണ്ടല്ലോ, പെന്തക്കോസ്റ്റുകാരുണ്ടല്ലോ, ആരെങ്കിലും വന്ന് ചർച്ച തുടങ്ങി വിജയിച്ചാനല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, കാരണം ഞാനിവിടെ ഈസ്റ്റേൺ റീജിയൻ്റെ ലീഡറല്ലേ. ഞാൻ കുമ്മനാട്ട് നമുക്ക് വേദിയുണ്ട്, IPCയിൽ നമ്മൾ റൈസിങ് സ്റ്റാറാണ്. അപ്പം നമുക്കിവിടെ ഇംഗ്ലീഷ് ചർച്ച തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, കർത്താവ് ഇവിടെ ആരെങ്കിലും അയക്കണം, എൽമണ്ടി വന്നൊരു ഇംഗ്ലീഷ് ചർച്ച തുടങ്ങാൻ ആരെങ്കിലും 5-6 മാസം പ്രാർത്ഥിച്ചു കേട്ടോ, മറുപടി ഉണ്ടായില്ല. അപ്പോൾ ഇതുങ്ങളിങ്ങനെ വരും പോവും. അപ്പം ഞാനൊരു ദിവസം ദൈവത്തോട് ഇങ്ങനെ പരാതി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിക്കുന്ന ഉടൻ ചിലപ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് ദൈവം മറുപടി തരുന്ന എൻ്റെ ഹൃദയത്തിലൊരു പ്രകാശനം തരിക. ഒരുപാട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അങ്ങോട്ട് ചോദിക്കുക, ദൈവം ഞാൻ 6 മാസം പ്രാർത്ഥിച്ചിട്ട് നീ ഇത് മറുപടി തന്നില്ലല്ലോ, ഇവിടെ ആരും ഒന്ന് ചർച്ച തുടങ്ങുന്നില്ലല്ലോ. ഇമ്മീഡിയറ്റായിട്ട് ഹോളി സ്പിരിറ്റ് എന്നോട് തിരിച്ചു ചോദിക്കുക, നിനക്ക് അവരുടെ ഭാഷ എന്നെ ദോഷം, നീ ഇപ്പോഴും ഇംഗ്ലീഷല്ലേ പ്രസംഗിക്കുന്നത്? എന്നിട്ട് അടുത്ത ചോദ്യമാണ് ആക്ച്വലി എന്നെ കുലുക്കിയത്, നീ നിന്റെ ജീവിതത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്ത്യക്കാരുടെ മാത്രമേ പാസ്റ്റാകുള്ളൂ. അത് വാസ്തവത്തിനെ പിടിച്ചു കുലുക്കിയൊരു ചോദ്യമാണ്. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മൾ വളർന്ന പശ്ചാത്തലത്തിൽ ഇവിടെ മലയാളി സഭയായിട്ട് പോകുന്നു, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇംഗ്ലീഷ് ഇന്ത്യക്കാരുടെ മാത്രമേ ഭാഷ. അതെന്നെ വളരെ പിടിച്ചു കുലുക്കുക. സത്യം പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിട്ടായിട്ട് മനസ്സിലിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ഈ വിഷയം ഉണ്ടാകുന്നത്. ഇത് രണ്ടും കൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, നിങ്ങൾ വെള്ളക്കാടുകാരുടെ ചർച്ചിൽ പോകണ്ട, ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കാം, നിങ്ങളെ ഉദ്ദേശിച്ച് ഞാനൊരു സ്റ്റെപ്പ് എടുക്കുക, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാമോ? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം,
അപ്പോൾ അവർക്ക് ഓൾറെഡി എന്നെ വളരെ സ്നേഹവും ബഹുമാനമാണ്. കാരണം അവിടെ യൂത്ത് ലീഡർ ആയിരുന്നല്ലോ ഞാൻ ഈ പട്ടണത്തിൽ. അങ്ങനെയാണ് ഗേറ്റ് വേ തുടങ്ങാൻ തക്കണത്. അപ്പം തുടക്കത്തിലെ ഒരു ആഭരണം ഗേറ്റ് വേ ഒരു വിഷയമല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാണ് നമ്മളെ മലയാളി ലീഡർഷിപ്പിലുള്ള ആദ്യത്തെ ഒരു ഓർണമെന്റ്സ് അനുവദിക്കുന്ന ചർച്ച എൻ്റെ തലമുറയിൽ. അതിന് മുമ്പ് അച്ചോയിച്ചാൻ തുടങ്ങി, പിന്നെ MS സാമുവൽ ചർച്ച തുടങ്ങി, പിന്നെ ഡാളസിൽ അദ്ദേഹത്തിൻ്റെ പേര് PS തോമസ് നമ്മുടെ എന്താ പറയുക ഇനിഷ്യലി ഞാനങ്ങ് മറന്നുപോയി. ഇപ്പം പ്രായമായി പുള്ളി മാറിക്കൊടുത്തല്ലോ, വേറെ ആളെ ആക്കി അവിടെ ടി തോമസ് അല്ല, വേറെ നമ്മുടെ ടീന്നാ പുള്ളിയുടെ തുടങ്ങുന്ന ഒരു തോമസ് പാസ്റ്ററുണ്ട്. പിന്നെ അത് നമ്മുടെ മല്ലപ്പള്ളിക്ക് അടുത്ത് ഇങ്ങനെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സാറുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ മകനാണ്. പെന്തക്കോസ്തിന് പഴയൊരു കുടുംബമാണ്. പിന്നെ ബോസ്റ്റണിൽ ടൈറ്റസ് പാസ്റ്ററുടെ സഭയിലും എനിക്ക് 100% അങ്ങോട്ട് എനിക്ക് തീർത്ത് പറയാനൊക്കെ പറ്റില്ല. ഇത്രയും സഭകൾ ഞാൻ രംഗത്ത് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഇടയ്ക്ക് ആക്റ്റീവായിട്ട് നിന്നിട്ട് എന്ന് പറഞ്ഞാൽ മലയാളി സമൂഹത്തിൽ ആക്റ്റീവായിട്ട് നിന്നിട്ട് ആ നിലപാട് മാറ്റി ആദ്യമായിട്ട് രംഗത്ത് വരുന്നകൂടി ഞാൻ അത് എൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതല്ല, ദൈവം നമ്പുരാൻ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ദുഃഖവുമില്ല. കാരണം അനേക രാജ്യങ്ങളിൽപ്പെട്ട അനേകരെ സ്നാനപ്പെടുത്താൻ, വിശ്വാസത്തിൽ കൊണ്ടുവരാൻ, ദൈവരാജ്യത്തിന് അവകാശമാക്കി തീർക്കാൻ കൊണ്ട് സാധിച്ചു. ഓക്കെ, ഈ IPCയുടെ ലീഡേഴ്സിൽ ഒരാളാണ് പാസ്റ്റർ സണ്ണി ഫിലിപ്പ്. പാസ്റ്റർ KC ജോണിൻ്റെ ഒരു നിലപാട്, അദ്ദേഹം അത് ഇന്നും ഇന്നലെ ഒന്നും പറയുന്ന നിലപാടല്ല, ഇത് വർഷങ്ങളായിട്ട് അദ്ദേഹം പറയുന്നതും ആയിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. എനിക്കറിയാം. പാസ്റ്റർ വത്സൻ എബ്രഹാം പലപ്പോഴും ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് IPCയുടെ പിന്നെ ഇത് ബിബ്ലിക്കലല്ല, ഉപദേശമാക്കാൻ പറ്റത്തില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാർ, ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പിതാക്കന്മാർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിയപ്പോൾ അത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് അതാണ്. കാരണം നമ്മുടെ ആദിമ പിതാക്കന്മാർ, IPCയുടെ സ്ഥാപക പിതാക്കന്മാർ, അവരൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ പോലും അവർ ഈ കാര്യം എന്ത് ചെയ്തു, പർപ്പസ്ഫുള്ളി വിട്ടുകളഞ്ഞു. കാരണം അന്ന് അത്ര തീവ്രമായി നിൽക്കുന്ന ഒരു കാലത്ത് ഈ ഒരു കാര്യത്തിൽ അവർ സൈലൻ്റ് ആയിരുന്നെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരെ സൈലൻ്റ് ആക്കി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സഭയുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് അന്നേ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിൻ്റെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ ഈ കാര്യത്തിൽ സൈലൻ്റ് ആയിരുന്നതെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ അതിന് 2 മറുപടി പറയാം. ഒന്ന്, ഞാൻ 100% എഗ്രി ചെയ്യുന്നു സാങ്കുട്ടി പറഞ്ഞതിനോട്. കാരണം സഭ ദൈവത്തിൻ്റെയാണല്ലോ, സഭയുടെ ഗൈഡൻസ് കൊടുക്കുന്ന ദൈവമാണ്. എന്നാൽ ചരിത്രപരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അന്നേ നമ്മൾ ആന്ധ്രയിലോട്ടും തമിഴ്നാട്ടിലോട്ടൊക്കെ പോയല്ലോ, എക്സ്പാൻഷൻ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണല്ലോ തെന്നിന്ത്യ എന്നുള്ള സങ്കല്പം മാറി നമ്മൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയായി മാറിയത് തന്നെ നമ്മൾക്കൊരു വൈഡർ പെർസ്പെക്റ്റീവിലുള്ള ഒരു മിഷൻ വ്യൂ അല്ലെ ഒരു ദർശനം ഉണ്ടായിരുന്നു. എക്സാക്ട്ലി. അന്നേ അവിടോട്ടൊക്കെ പോയി പ്രവർത്തിക്കാൻ തുടങ്ങിയ നമ്മുടെ പിതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു ഈ ഒരു കാര്യം നമ്മുടെ കൾച്ചറിന് അപ്പുറത്തോട്ട് ഇത് പഠിപ്പിക്കാൻ ഒക്കുന്നൊരു വിഷയമല്ല. കാരണം അനേക കൾച്ചറിലും സ്ത്രീകൾ ആഭരണം ഊരി വെക്കുന്നത് വിധവമാരാകും. അതൊരു മെയിൻ പോയിന്റാണ്. കാരണം വടക്കേന്ത്യയിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിലും ആഭരണം ഊരണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഞാൻ പലപ്പോഴും ബാധിക്കുന്നൊരു പോയിന്റ് അതാ. IPC ഇന്ന് വാസ്തവത്തിൽ പറഞ്ഞാൽ കേരളത്തിലൊരു ഉപദേശം, കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ അത് പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇടണമെന്നോ ഇടണ്ടെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ സഭയ്ക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. നമുക്കറിയാലോ, അങ്ങനെ സ്റ്റാൻഡ് എടുത്ത മലയാളികൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അത് TPM ആണ്. പക്ഷെ ഇന്ന് TPM പോലും മാറി, അമേരിക്ക പ്രത്യേകിച്ചും മാറി. കാരണം എൻ്റെ ഇളയ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് TPM ചർച്ചിലാണ്. അപ്പം അവൾ വിവാഹം കഴിഞ്ഞ സമയത്ത് വിവാഹമോതിരിടുന്നു പറഞ്ഞുകൊണ്ട് ആ സഭയിൽ ആളുകൾ ഒരു സിഗ്നൽ കൊടുത്തു, വിവാഹമോതിരിട്ടുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, വെറുതെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകണ്ട, അതുകൊണ്ട് മക്കൾ എവിടെയെങ്കിലും ഇംഗ്ലീഷ് ചർച്ചിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മകളും മരുമോനും. എന്നാൽ അടുത്ത സമയത്ത് ഞങ്ങൾ കൂടെ അവരെ പോയി വാഷിങ്ടണിൽ അതുകൊണ്ട് പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ മരുമകൻ്റെ പേരൻസോട് ഞാൻ സംസാരിക്കുമ്പം അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ നിലപാട് മാറി, ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിലും ആഭരണം ധരിച്ചുകൊണ്ട് ചെറുപ്പക്കാർ വരാൻ തുടങ്ങി, അവരെ ആരും പറഞ്ഞു വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് രസകരമായൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ SPT തുടങ്ങിയ സമയത്ത് നാട്ടിൽ നിന്ന് വന്ന കുറേ ചെറുപ്പക്കാർ വിശ്വാസികളായിരുന്നു. അന്നും തുടക്കക്കാരായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു.
അപ്പോൾ അന്ന് നാട്ടിൽ നിന്ന് അവരുടെ പലരുടെയും പിതാവായിരുന്ന ഓതറ ഉമ്മച്ചൻ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ഭാഷ EJ ഉമ്മൻ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ 4-5 പേര് ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളാണ്. അവരെല്ലാം ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നവരാ. ഞങ്ങളെപ്പോലെ തന്നെ ചെറുപ്പക്കാരാണ് അവരും. അന്ന് ഞങ്ങളും ചെറുപ്പക്കാരാണ്. അപ്പോൾ ആ അപ്പച്ചൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അന്ന് എൻ്റെ ശിശുവൊക്കെ കഴിഞ്ഞു. അപ്പച്ചൻ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഇട ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതുപോലെ അപ്പച്ചൻ്റെ കൂടെ കൂടും, പഴയ കാര്യങ്ങളെല്ലാം ചോദിക്കാം. അങ്ങനെ അപ്പച്ചനിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഹിസ്റ്ററി പഠിച്ചത്. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച സാറപ്പച്ചൻ ഒരിക്കലല്ല അമേരിക്ക വന്നത്, എത്രയോ പ്രാവശ്യം അപ്പച്ചൻ അമേരിക്ക വന്നു. അപ്പോൾ ആദ്യം വന്നപ്പം 1ാം തലമുറക്കാർ പെന്തക്കോസ്തുകാർ ഇവിടെ ഉള്ളവരും സ്വീഡനിലുള്ളവരും ഒന്നും അപകടം ധരിച്ചിട്ടില്ലായിരുന്നു. സത്യമാണ് പറയാമെന്നല്ല, സത്യം, അതായ വാസ്തവം. എന്നാൽ പിന്നെ അപ്പച്ചൻ വന്നിങ്ങനെ 60-കളിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരുടെ നിലപാട് മാറിയായിരുന്നല്ലോ, ഇവിടെ ആഭരണം ധരിക്കാൻ തുടങ്ങിയായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എന്താ അപ്പച്ചൻ തിരിച്ചു വന്നപ്പം നമ്മുടെ നിലപാട് മാറ്റാൻ ഞാൻ എന്താ എന്ന് ഞാൻ EJ ഉമ്മൻ അപ്പച്ചനോട് ചോദിച്ചപ്പം അപ്പച്ചൻ വളരെ രസകരമായ മറുപടി പറഞ്ഞു. അപ്പച്ചനോട് പറഞ്ഞു, ഈ അപ്പച്ചനുണ്ടല്ലോ, ഈ EJ ഉമ്മൻ അപ്പച്ചൻ സാറപ്പച്ചൻ ഏറ്റു പറയാൻ പോകുമായിരുന്നു ചെറുപ്പത്തിൽ. അന്നത്തെ ഈ ഏറ്റുപറച്ചിലുണ്ടല്ലോ. അതുകൊണ്ട് പലർക്കും യോഗം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു മുറിയിലാണ് കിടന്നു പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ മാതാമാരുടെ ആരുടെ വിഷയം വന്നപ്പം പിന്നെ ഇദ്ദേഹം എടുത്തിട്ട് പറഞ്ഞു, സാറപ്പച്ച ഈ നമ്മളെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്ന മദാമ ആവണം ഇട്ടുകൊണ്ടാണല്ലോ വന്നത്, നമ്മൾ ഊരി വെക്കാൻ പറഞ്ഞുകൊണ്ട് അവർ ഊരി വെച്ചെന്നല്ലേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവരുടെ നാട്ടിൽ അവർ പെന്തക്കോസ്തുകാരാണെങ്കിൽ അവർ ആവണം ഇടുന്നുണ്ടെന്നില്ലയോ. അപ്പം പിന്നെ അപ്പച്ച അപ്പോൾ അവരുടെ നിലപാട് മാറ്റിയല്ലോ, നമ്മളെന്താ നമ്മുടെ നിലപാട് മാറ്റാത്തത് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അവിടെ സാറപ്പച്ചൻ കൊടുത്ത മറുപടി, ഉണ്ണിക്കുഞ്ഞെ എന്നായിരുന്നു പുള്ളിയെ വിളിക്കുന്നത്, ഉണ്ണിക്കുഞ്ഞെ വേർപാടുകാർ ഇതുവരെ അവിടെ നിലപാട് മാറ്റിയിട്ടില്ല, അന്നേരം പെന്തക്കോസ്തുകാരായ നമ്മളങ്ങനെ നമ്മുടെ നിലപാട് മാറ്റുന്നു. കാരണം നമ്മൾ വേർപാടിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്, അവരെക്കാളും ഒരു പടി മുന്നേ നിൽക്കേണ്ടതൊന്നുമില്ല. തീർച്ചയായിട്ടും. പക്ഷേ കേരളത്തിലെ വേർപാടുകാരെ അതെല്ലാം മാറ്റി ഈ പറഞ്ഞ പോലെ അതിനൊന്നും അവരൊരു ഇപ്പം അതൊരു വലിയ വിഷയമായിട്ട് വെക്കുന്നില്ല. അല്ല, അങ്ങനെ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ കാലക്രമേണ അത് ആ നിലയിലേക്ക് IPC എത്തിച്ചേരാനാണ് സാധ്യത എന്നാണ് എൻ്റെ ചിന്ത. ഇനി ഉപദേശപരമായിട്ട് പറഞ്ഞാലേ 2 കാര്യങ്ങളോട് ഞാൻ പറയാം. ഒന്ന്, വിശുദ്ധിയുടെ മാനദണ്ഡം എന്തുവാ? നമ്മൾ വിചാരിക്കുന്ന വിശുദ്ധ മാനദണ്ഡം വെള്ളവസ്ത്രം ധരിക്കുന്നതും ആഭരണം ധരിക്കാതിരിക്കുന്നതുമാണ്. ഇവിടെ അങ്ങനെ ധരിച്ചിരുന്ന പെന്തക്കോസ്തുകാർ എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ രാജ്യത്ത് വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു സംഗതി, സ്പാനിഷുകാരുടെ അനേക ചർച്ചകൾ ഞാൻ പോയിട്ടുണ്ട്. കാരണം എൻ്റെ ഫാദറിലോ സ്പാനിഷുകാരുടെ ഇടയിൽ പോയി ബൈബിൾ ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു സ്പാനിഷുകാർ പെന്തക്കോസ്തുകാർ സഭകൾക്ക്, കൊച്ചു സഭകളാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെക്കാട് വഷളായിരുന്നു അവർ. കാരണം അവർ സാലിമുടി ശരിക്കും ജീവിതത്തില്ല, ഇങ്ങനെ ഒരുമാതിരി ജീവിതം പറഞ്ഞ് എന്നിട്ട് മുഖത്ത് ഇച്ചിരി എണ്ണയും പുരട്ടി. ഇതുങ്ങളെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്, ഈ സഹോദരിമാർ ഇങ്ങനെയാണല്ലോ ഇവിടെ ചർച്ച വന്നിരിക്കുന്നത്. കാരണം അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അവരെ പഠിപ്പിക്കുക. അതെല്ലാം പോയി, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അതെല്ലാം പോയി, അവരെല്ലാവരുടെ നിലപാടുകൾ മാറ്റി. അപ്പോൾ നമ്മൾ മാത്രമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 1ാം തലമുറ പെന്തക്കോസ്ത് മുഴുവൻ ഏത് രാജ്യത്ത് എന്നാലും ഇതാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്നാൽ വാസ്തവത്തിൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, വിശുദ്ധി എന്നുള്ളതിനൊറ്റ എബ്രായ ഭാഷയിലാണെങ്കിലും ഗ്രീക്ക് ഭാഷയിലും ഒരു അർത്ഥമേ ഉള്ളൂ, വേർപെട്ടതൊന്നേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി വേർതിരിച്ചതെല്ലാം വിശുദ്ധമാണ്. അതെ. അപ്പം ഈ ആഭരണത്തിനകത്ത് യാതൊരു പങ്കുമില്ലെന്ന് എന്നെ മനസ്സിലാക്കി എന്താണെന്നറിയാമോ? പിന്നെ സമാധാന കൂടാരത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, വീട്ടിലൊരിക്കുന്ന അതേ സ്പൂണ് തന്നെയാണ് സമാധാന കൂടാരത്തിൽ ഉണ്ടാക്കാൻ കൊണ്ടുവരുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് അത് സമാധാന കൂടാരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് വിശുദ്ധമാണ്. അതിൽ എഴുതിയും വെക്കും യഹോവയ്ക്ക് വിശുദ്ധമാണ്. കാരണം സ്ഥലം മാറി, മനസ്സിലായി? വീട്ടിലിരുന്ന സാധനം, വീട് കറിവളമായി ഉപയോഗിച്ച സാധനം ഇപ്പം ദൈവാലയത്തെ പൂർണ്ണമായിട്ട് മാറിയപ്പോൾ ആണത് വിശുദ്ധമായി. അതാണ് വിശുദ്ധിയുടെ യഥാർത്ഥ ഉപദേശം ബൈബിൾ. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതെന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് ആരാ? വസ്ത്രമാണ് അതോ നമ്മളാണ്? നമ്മളാണ് വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. വിശുദ്ധിയുടെ മാനദണ്ഡം വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലാണ്, അല്ലാതെ ദൈനംദിന ജീവിതത്തിലാണ്, അല്ലാതെ ഈ ആഭരണത്തിലോ വസ്ത്രം ധരിക്കുന്നതിലോ ഒന്നുമല്ല. അതൊന്നാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ്, ഞാൻ എന്നോട് വാദിക്കുന്നവരോടൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, പുതിയമത്തിലെ 1ാമത്തെ പ്രസംഗം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കിടക്കുന്നു. 3000 പേരെ സ്നാനപ്പെടുത്തിയ ഗംഭീരം പ്രസംഗം. അതിനകത്ത് ഊന്നി പറഞ്ഞ ഒന്നേ ഉള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അവനെ പിൻപറ്റാൻ നീ മുമ്പോട്ട് വരിക. അതുമാത്രമല്ലാതെ ആരോടെങ്കിലും അവിടെ ആഭരണം ഊരണമെന്ന് പറഞ്ഞില്ല. അതിന് മുമ്പേ യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നപ്പം ഗംഭീരം പ്രസംഗം പറഞ്ഞു, ഭയങ്കര തീവ്രമായ പ്രസംഗം. ആരോടെങ്കിലും ആഭരണം ഊരണമെന്ന് പറഞ്ഞു. അവിടെ വഴികൾ വിട്ടുതിരിയണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇനിയും
നമ്മൾ അപ്പോസ്തലത്തിൽ കാണുന്ന ഒരു സ്നാനത്തിൻ്റെ സമയത്തും ആഭരണം ഒരു വിഷയം ആഭരണ വിഷയമല്ലായിരുന്നു. പിന്നെ ബൈബിളിൽ ഉപദേശമായിട്ട് പറഞ്ഞ റോമാലേഖനം 6-ാം അധ്യായത്തിൽ എവിടെയെങ്കിലും ആഭരണത്തിൻ്റെ കാര്യം പറയുന്നില്ല. പുതിയ സൃഷ്ടിയാകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബൈബിളിലെ യഥാർത്ഥ ഉപദേശം എന്ന് പറയുന്നത്, നീ പുതിയ സൃഷ്ടി, ഇതുവരെ നീ നിനക്ക് വേണ്ടി ജീവിച്ചു, ലോകത്തിന് വേണ്ടി ലോകത്തിൽ ജീവിച്ചു, നീ ഇവിടുന്ന് വേർപെട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവരാജ്യത്തിൽ വരിക. ഇതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അയ്യോ, ദൈവരാജ്യത്തെ പ്രജകളായിട്ട് നമ്മൾ ജീവിക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇവരിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച ഈ പാഠം നമ്മൾ ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നമ്മുടെ പിതാക്കന്മാരെ പക്ഷെ കുറ്റം പറയത്തില്ല. നമുക്ക് അവരെ തെറ്റ് പറയാനോ കുറ്റപ്പെടുത്താനോ ആ തലമുറയിലെ വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കാതായിരുന്നു. അവരും അത് അംഗീകരിച്ചു, അതൊരു പ്രാക്ടീസ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതൊരു കൾച്ചറായിട്ട് മാറി, ഒരു ട്രഡീഷനായിട്ട് മാറി. ഇപ്പം എൻ്റെ അമ്മ എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അത് രസകരമായ സംഭവം. ഞാൻ SPT തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കനാനായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു സഹോദരി ഒരു ദിവസം ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പുള്ളി ആഭരണമൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാൻ സ്നാനപ്പെട്ട, ഞാൻ നഴ്സ് പഠിക്കാൻ പോയപ്പോൾ സ്നാനപ്പെട്ടതെന്ന്. പക്ഷെ എന്നെ കല്യാണം കഴിപ്പിച്ചത് മറ്റൊരു കനാനായക്കാരനുമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പെന്തക്കോസ്തകളിലൊന്നും ആരാധനയ്ക്ക് പോകുന്നില്ല. അപ്പം ഞാനോ എന്നോട് ഈ സഭയെക്കുറിച്ച്, ഇവിടെ വന്നപ്പോൾ എല്ലാം എൻ്റെ പ്രായക്കാരെ ചെറുപ്പക്കാരെ ഇവിടെ ഉള്ളവരെല്ലാം, എനിക്ക് ഈ സഭ വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ ആഭരണം പറഞ്ഞ് എന്നെ അടിക്കല്ല. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞാണ്. ഞാൻ കാരണം ആഭരണം എനിക്ക് തൊടാനൊക്കെ എൻ്റെ ഭർത്താവ് ആകപ്പെടണം, എനിക്കില്ല, എന്നെ ആരാധനയ്ക്ക് വിടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാധനയ്ക്ക് വാ. അങ്ങനെയാണ് ആദ്യമായിട്ട് ആഭരണം വേണ്ട, അതിന് തിരുവത്താഴം കൊടുക്കാമോ എന്നുള്ള വിഷയം വ്യക്തിപരമായിട്ട് എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ. അപ്പം ഞാൻ എൻ്റെ അന്നത്തെ ബോർഡിലുള്ള എല്ലാവരും വിളിച്ചു, ഇങ്ങനൊരു സാഹചര്യമുണ്ട്, ഇങ്ങനെയുള്ള സഹോദരിയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു സഹോദരിയാണ്, നമ്മൾ ആ സഹോദരി വിധിക്കാൻ പോകണ്ട, നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് പുള്ളിക്കാരത്തെ കത്തണിച്ചത്. അപ്പോൾ അതിവിടെ വിഷയമായി വിഷയമായിട്ട് പലരും എന്നെ പല സഭകളിലുള്ളവരൊക്കെ വിളിക്കാൻ തുടങ്ങി. സണ്ണി എന്താ ഉപദേശം അയക്കാം? ഞാൻ പറഞ്ഞു, ഉപദേശമല്ല, ആഭരണ ഉപദേശമല്ല, നീ ഞാൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ വ്യക്തിയാണ്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഈ പുള്ളിക്കാരുടെ സഹജീവിത, അതുകൊണ്ട് ഞങ്ങൾ അവരെ അനുവദിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വസ്ത്രം നമ്മുടെ വലിയൊരു വിഷയമല്ലയോ. ഇപ്പം ഇത് ഒരു ഭാഗത്ത് രസകരമായ വിഷയങ്ങളുമാണ്, ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളുമാണ്. അപ്പം ഞാനിങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ പറയാം, എല്ലാം ചെറുപ്പക്കാരായ ആളുകളുമായിട്ട് ആ സഭ SPT തുടങ്ങിയത്. പെട്ടെന്ന് അവർക്കെല്ലാം ആദ്യത്തെ കുഞ്ഞുങ്ങളായി. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പം ഈ യൗവനക്കാരെ അമ്മമാരെല്ലാം ഭയങ്കരമായിട്ട് കിടന്ന് കഷ്ടപ്പെടുക, ഈ സാരി നേരെയിടാൻ, ഈ പിള്ളേർ പിടിച്ച് വലിക്കും. അപ്പം ഞാനിങ്ങനെ സ്റ്റേജിൽ നിങ്ങളിങ്ങനെ പിടിക്കുന്നത്, നിങ്ങൾക്ക് പ്രസംഗത്തെ ശ്രദ്ധിക്കാനൊക്കെ ഒന്നുമില്ല, ആരാധന ശ്രദ്ധിക്കാനൊക്കെ ഒന്നുമില്ല. ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ ആരോടും ചോദിക്കാമെന്ന് പോയില്ല. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളുടെ കഷ്ടപ്പാട് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ഞായറാഴ്ച ആനയ്ക്ക് വരുമ്പം മാന്യമായ ഒരു ചുടിദാർ ധരിച്ചുണ്ടെങ്കിൽ പോരാ, ദേഹം മുഴുവൻ കവർ ചെയ്ത് കിടക്കുകയും ചെയ്യും, പിന്നെ അതിനൊരു ദുപ്പട്ട ഉണ്ടല്ലോ, അതിട്ടാൽ മതിയല്ലോ, അതുകൊണ്ട് നിങ്ങൾ സാരിയെക്കുറിച്ച് ഭാരപ്പെടണ്ടെന്ന് പറഞ്ഞു. ഈ സഭ പെട്ടെന്ന് വലിയ വിഷയമായി. അടുത്ത ആഴ്ച ഗുഡ് ന്യൂസ് ലേഖനം വന്നു, ന്യൂയോർക്കിൽ ഒരു ഫാഷൻ സഭ ആരംഭിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എടാ നമ്മുടെ ആൾക്ക് പ്രായോഗികമായിട്ട് ചിന്തിക്കുന്നില്ല ഒന്നും. ഞാൻ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഇഷ്ടപ്പെടുത്തത്? പ്രായോഗികമായി ഇവിടെ വിഷയം കണ്ടുണ്ടോ? പക്ഷെ നമ്മുടെ ഗുണം എന്താണെന്നറിയാമോ? ആദ്യം എതിർത്താലും ക്രമേണ എല്ലാവരും അതിലേക്ക് വരും. ഇപ്പം നമ്മൾ നമ്മൾ ഭയങ്കര മിടുക്കരാണ്. ഇപ്പം നമ്മൾ പീസിനാക്കുന്ന ഭൂരിഭാഗം പേരും ചുരിദാർ ഇട്ടുണ്ട്. അതെ, ചുരിദാർ തന്നെയല്ല, അത് വളരെ ഫാഷനബിളായിട്ട് തന്നെ മാറുകയും ചെയ്തു. നമ്മളത് വളരെ ഡീസൻ്റ് ആയ ഒരു വസ്ത്രമാണ്, അത് മൊത്തം കവർ ചെയ്ത് കിടക്കുന്നത്. ഇവിടുത്തെ വെള്ളക്കാർ പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതാണ് കൾച്ചറൽ ഡിഫറൻസ്, ഇതാ അതോടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഈ നമ്മളെപ്പോഴും പറയാം, മതന്മാർ മുട്ടറ്റം വരെയുള്ള ഫ്രോക്കേ ഇടുന്നുള്ളൂ, അവരുടെ കാല് കാണിക്കുന്നു. അപ്പോൾ ഈ രാജ്യത്ത് അതൊരു വിഷയമല്ല, അത് പ്രശ്നമേ അല്ല. ഇവർ ചോദിക്കും, അവർ ആ വെള്ളക്കാർ മതം വന്ന് മോട് ചോദിക്കുന്നതെന്നറിയാം, നിങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം അവരുടെ വയറ് കാണിക്കുന്നുണ്ട്, കാരണം സാരി എടുക്കുമ്പോൾ വയറ് കാണാമല്ലോ, നിങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം എന്താ കൾച്ചറൽ ഡിഫറൻസാ. എക്സാക്ട്ലി, കൾച്ചർ അഡാപ്റ്റേഷൻസാ പലതും, ആ രീതി നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, എനിവേ ഈ വിഷയത്തിൽ നമ്മൾ സഭ ഖണ്ഡിതമായൊരു തീരുമാനം പറയുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആദരവോടെ ഓർക്കേണ്ട നമ്മുടെ ഒരു പൂർവ്വപിതാക്കന്മാരുണ്ട്, മാതാക്കളുണ്ട്, ഇതിനു വേണ്ടി ത്യാഗം സഹിച്ച, ആഭരണമൂരിയതിൻ്റെ പേരിൽ അടികൊണ്ട അങ്ങനെ ഒരു തലമുറ നമുക്കുണ്ട്. അവരെ നമ്മൾ ആദരവോടെ തന്നെ സ്മരിക്കേണ്ടതുണ്ട്, അവരുടെ ഓർമ്മകൾ നമുക്ക് സജീവമായി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ തന്നെ കൊണ്ട് ആഭരണത്തിൻ്റെ ആ ഒരു തടസ്സം കൊണ്ട് ധാരാളം ആളുകൾക്ക് ഈ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ പറ്റാതെ പോയിട്ടുണ്ട്.
അതിന് നമ്മൾ കണക്ക് പറയേണ്ടിയും വരും. ന്യൂജൻ സഭകളൊരു പ്രസ്ഥാനം ഉണ്ടാകത്തില്ലായിരുന്നു. ആ ചെറുപ്പക്കാർ 10,000 ചെറുപ്പക്കാർ മുഴുവൻ നമ്മുടെ കൂടെ ഭാഗമായിട്ട് നിൽക്കേണ്ടതാണ്. രണ്ടാമത്തെ എൻ്റെ ഏറ്റവും വലിയ ചിന്ത ഈ സമുദായ സഭകളുടെ വളർച്ച, അല്ലെങ്കിൽ അവരുടെ വളർച്ച വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക, ദിനം തോറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. എങ്കിലും അതിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തതിനെ ഈ ആഭരണ വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഈ നിലപാട്, ഒരു സൈലന്റ് നിലപാടെങ്കിലും എടുത്തിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ചിന്ത. ഏതായാലും നമ്മൾ ഖണ്ഡിതമായിട്ട് നാളെ മുതൽ എല്ലാവരും ആഭരണം ധരിക്കണമെന്ന് പറയാനൊക്കത്തില്ല. അതെ, എൻ്റെ ഒരു നിലപാട് സൺകുട്ടി IPCCയോടുള്ള ബന്ധത്തിൽ എൻ്റെ ഒരു നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ആഭരണം ധരിക്കുന്നുണ്ട്. അതെ, ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിന് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണല്ലോ ഞാൻ. എനിക്കൊരിക്കൽ പോലും ഇവിടെ ചെന്ന് പറയാനൊക്കത്തില്ല നിങ്ങളെല്ലാവരും ആവരണം ഊരണമെന്ന്. കാരണം അവരുടെ കൾച്ചറിൽ അത് സാധ്യമല്ല. നമ്മൾ അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ക്രിസ്ത്യാനിയായിട്ട് തുടരാനുള്ള അനുവാദം 1-ാം നൂറ്റാണ്ടിലേ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ തുടങ്ങിയത് ആ അനുവാദം. ജാതീയ സഭകൾക്ക് വേണ്ടിയുള്ള അധികമായതൊന്നും അവരെ ചുമത്തരുതെന്ന് ജാതീയ സഭകൾക്ക് വേണ്ടി കൊടുത്ത ആഹ്വാനമാണല്ലോ പിന്നെ അപ്പോസ്തലപ്രവൃത്തി 15-ലെ. ആഭരണത്തെക്കുറിച്ച് ഒറ്റ വാക്ക് അവിടെ ഇല്ലല്ലോ. ഇല്ല, അവർക്ക് സിമ്പിൾ ഗൈഡ് ലൈൻസേ കൊടുത്തോളൂ. പത്രോസ് പറയുന്ന ഒരു വാക്യം, എനിക്കത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, എപ്പോഴോ വായിച്ചത് ഓർക്കുന്നത്, അത് നിങ്ങളിൽ മാനം കുറഞ്ഞ അവയവത്തെ എന്ത് ചെയ്യുന്നു, അണിയിക്കുന്നു. മാനം കുറഞ്ഞ പിന്നെ അവയവത്തെ നമ്മൾ എന്തും അണിയിക്കുന്നത്, ആഭരണമല്ലേ അണിയിക്കുന്നത്, അല്ലാതെ. അതെ, അത് പിന്നെ അതുകൊണ്ട് IPCCയോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, കേരളത്തിലൊരു വിഷയം ആക്കല്ലിത് എന്നാണ് എനിക്ക് കേരളത്തിലുള്ള ദൈവമക്കളോടുള്ള അപേക്ഷ. ആഭരണം ധരിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കൽ പോലും പറയത്തില്ല, മരിക്കുന്നവരെയും പറയത്തില്ല. ആഭരണം ധരിക്കാത്ത നമ്മുടെ സംസ്കാരം നല്ല സംസ്കാരം തന്നെയാണ്. എന്നാൽ അതൊരു ഉപദേശ വിഷയം നമ്മളിന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ ആഭരണത്തോടുള്ള വിഷയത്തെക്കുറിച്ച് ഒരു അത് പറഞ്ഞൊരു വിഭാഗീയത നമ്മുടെ സഭകളിൽ ഉണ്ടാക്കല്. എന്നാൽ ഇത് ഉപദേശ വിഷയമാണെന്ന് അടിച്ചു പഠിപ്പിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ IPCCയിലുണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ള ആഹ്വാനം, നിങ്ങൾ കാണിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കുക. ഭൂരിഭാഗം 99% പഴയ നിയമത്തിൽ നിന്നാണ്. നമ്മൾ പഴയ നിയമത്തിലെ ആരാധനയല്ല. പഴയ നിയമത്തിൽ അതിൻ്റെ ആ ഭാഗങ്ങളിലെ ചരിത്ര പശ്ചാത്തലം എടുത്ത് പഠിച്ചാൽ മനസ്സിലാക്കാം, ഇസ്രായേലിനോട് മടങ്ങി വരാനുള്ള ആഹ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആഭരണത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ദൈനംദിന ജീവിതത്തിൽ ആഭരണം ധരിക്കുന്നതെന്നുള്ള പഠിപ്പിക്കുക അല്ല, അങ്ങനെ പഠിപ്പിക്കുകയില്ലായിരുന്നു. പിന്നെ 1-ാം നൂറ്റാണ്ടിൽ യേശു പങ്കെടുത്ത, അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടില്ല എങ്കിലും ചരിത്രം പഠിക്കുന്നൊരു വ്യക്തി എന്നുള്ളത്, പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 100% തീർത്ത് പറയാൻ കഴിയും, യേശു പങ്കെടുത്ത കാനാവിലെ കല്യാണത്തിൽ നടന്ന ആ കല്യാണത്തിൽ പോലും വിവാഹമോതിരം എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പശ്ചാത്തലം അങ്ങനെയാണ്. അന്നത്തെ പശ്ചാത്തലം അതായിരുന്നു. അവരുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് അതായിരുന്നു. അപ്പം യേശു പങ്കെടുത്ത വിവാഹത്തിൽ പോലും അത് നടന്നിട്ടുണ്ട്. ഇതാണ് ചരിത്ര പശ്ചാത്തലം. ബൈബിൾ അവങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ കുറേ പേര് ചേണറുണ്ട്, നിങ്ങളൊക്കെ കൂടുതൽ പഠിക്കാൻ പോയതാണ് പ്രശ്നമായത് എന്ന് പറയുന്നവർ കണ്ടേക്കാം. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളൊരു വിഷയം കണ്ടാൽ ഞാൻ പറയുന്നത് ആ വിഷയം ശരിക്കും പഠിച്ചിട്ട് ചരിത്ര പശ്ചാത്തലം പഠിക്കുക, ബൈബിളിലെ കോണ്ടെക്സ്റ്റ് പഠിക്കുക, ഉപദേശമാണോന്ന് പഠിപ്പിക്കുക. വേറൊരു വീഡിയോയിൽ ആരോ പറഞ്ഞല്ലോ, ഇത് കാര്യം പറഞ്ഞു, യേശുവിനെക്കുറിച്ച് എന്ത് പറഞ്ഞു നോക്കുക, അപ്പോസ്തലന്മാരെന്ത് പറഞ്ഞു നോക്കുക, സഭാപിതാക്കന്മാരെന്ത് പറഞ്ഞു നോക്കുക. ഇത് മൂന്നും നമ്മൾ നോക്കണം. ഒരാരും ആഭരണം പഠിപ്പിച്ചില്ല, ആഭരണം ഇടതൊന്നും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ മൗനം പാലിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ എന്നും നമുക്കറിയാമല്ലോ, നമ്മുടെ സഭയിൽ എൻ്റെ തലമുറയിൽപ്പെട്ടവരും എന്നെക്കാട്ടി പ്രായം കൂടിയവരും എന്നെക്കാട്ടി പ്രായം കുറഞ്ഞവരുമായ ഭൂരിഭാഗം പേരും ആഭരണം ധരിക്കുന്നവരല്ല കേരളത്തിൽ. അവരങ്ങനെ തന്നെ തുടരട്ടെ, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇവിടെ എത്രയോ തമാശ പല കാര്യങ്ങളും പറഞ്ഞു കൂട്ടാൻ ഞാൻ ഈ കാര്യം കൂടെ പറയാം. ഞങ്ങൾ ഗേറ്റ് തുടങ്ങിയപ്പം ഗേറ്റ് പല രാജ്യക്കാരാണല്ലോ. ഒരു സമയത്ത് 23 രാജ്യക്കാർ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 18 രാജ്യക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇവരെല്ലാം ഉണ്ടല്ലോ, മേഴ്സിയെ കാണുമ്പോൾ ഇവർക്ക് വലിയ സഹതാപമാണ്. മേഴ്സി ആവണം ധരിക്കാത്തത്. ഇവരെല്ലാം ക്രിസ്തുമസിനുണ്ടല്ലോ മേഴ്സിക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്ന ആഭരണങ്ങളാ. ഒരു ഭാര്യ ഭംഗിയായിട്ട് ഒരുങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇന്നുവരെ ഒന്നും ഇട്ടിട്ടില്ല, ഇടത്തുമില്ല. ഞങ്ങളുടെ നിലപാടതാ. ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. 2 പെൺകുഞ്ഞുങ്ങളും വളർന്നു വരുമ്പോൾ ഇതേ ചോദ്യങ്ങൾ അവരും ഞങ്ങളോട് ചോദിക്കുമായിരുന്നു. 2 പെൺകുഞ്ഞും പറഞ്ഞു കൊടുത്ത മറുപടി ഇതാ, നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു ആലോചന വന്നിട്ട് നിങ്ങൾ ആഭരണം ഇട്ടു എന്ന് പറഞ്ഞ് ആ കല്യാണം എല്ലാം മാറിപ്പോൽ. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹ സമയം വരെ
നിങ്ങൾ ആഭരണം ഇടാതെ നടക്കണം. വിവാഹശേഷം നിങ്ങളുടെ ഭർത്താക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ട് അവർ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇതാണ് ഞാൻ എൻ്റെ പെൺമക്കളോ രണ്ടുപേരോടും ഞാൻ പറഞ്ഞത്. അവർ 2 കുഞ്ഞുങ്ങളും അത് തന്നെ പാലിച്ചു. ശേഷം അവിടെ ഭർത്താക്കന്മാർ അവരെ അനുവദിക്കുന്നത് കൊണ്ട് 100 പോലൊരു മാല അവരുടെ കഴുത്തേലുണ്ട്. അല്ലാതെ അവർ ഈ ഡമ്മം കാണിച്ച് കയ്യെ മുറിച്ച് വളമിട്ടുണ്ടെന്നോ അതുങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു വിവാഹമോതിരമുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ പങ്കിട്ട ഏറ്റവും മാന്യമായ ഒരു നിലപാടതാണ്. അമേരിക്ക മാത്രമുള്ളൊരു വിഷയമല്ലത്. യൂറോപ്പിൽ പോയിട്ടുള്ള കുടുംബങ്ങളെ നോക്കിയാലും ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തുടങ്ങി. ഗൾഫ് ഒഴിച്ചാൽ, ഗൾഫ് നമ്മുടെ ആ നാടൻ രീതിയിൽ പോകുന്നു, വേറെ നിലവാരത്തില്ല. അപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും, ഇന്ത്യ എന്ന് പറയാനൊക്കത്തില്ല, കേരളത്തിലും ഗൾഫ് രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി വിദേശത്തേക്ക് പോയേക്കുന്ന മലയാളികളെല്ലായിടത്തും അടുത്ത തലമുറ വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആവണം ധരിക്കും. കാരണം അവിടെയുള്ള ബന്ധുക്കോസുകാരെല്ലാം ആവണം ധരിക്കുന്നവരാണ്. അത് കണ്ടുപിടിക്കുക. ചുരുക്കം ചില നമ്മുടെ കുഞ്ഞുങ്ങൾ ആവണം ധരിക്കാത്തവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ നമ്മൾ ഈ വിഷയം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. സ്വർഗത്തിൽ പോകുന്നതിന് ഒരു തടസ്സമല്ല. ഞാൻ ബൈബിള് കീറി മുറിച്ച് പഠിച്ചിട്ട് ഒറ്റ വാചകം പോലും ഞാൻ കണ്ടില്ല സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിലുള്ളവർ ഈ വിഷയം ഒരു വിഷയമാക്കാതെ, വിവാദ വിഷയമാക്കാതെ മൗനം പാലിക്കുന്നതാണ് നല്ലത്. ഓക്കെ. ആഭരണ വിഷയത്തിൽ പാസ്റ്റർ സണ്ണി ഫിലിപ്പ് നമ്മളോട് കൃത്യമായി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും ചരിത്രത്തിൻ്റെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ നമ്മുടെ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും കൃത്യമായൊരു നിലപാട് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ദീർഘവർഷങ്ങളായി അനുഗ്രഹീതമായൊരു സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ദേവദാസിൻ്റെ, അതുപോലെ തന്നെ IPCയുടെ പ്രമുഖ ലീഡേഴ്സിൽ ഒരാളായി അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ നിലപാടിന് വലിയ പ്രസക്തിയുണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.